ഓക്കെ. അപ്പോൾ നൗഷാദ് ഒന്നെങ്കിൽ അബൂക്കാസ് ആയിട്ടാണ് ചോറുണ്ടാക്കൽ, അല്ലെങ്കിൽ EAB. അബൂക്കാസ് ഇവിടെ ഇല്ല, EAB കഴിയും ചെയ്തിരിക്കുന്നത്. അപ്പോൾ നേരെ അടിയിൽ വെക്കാനെ പോയപ്പോൾ കിട്ടിയ അരി ഇതാണ്, ഗോൾഡൻ വേറെ പോയിന്റ് മെയ്ഡ് ഇൻ അമേരിക്കൻ അരിയുമായിട്ട് ഞങ്ങൾ ചോറ് കഴിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിന്റെ ചോറിന്റെ കൂടെ ഞങ്ങൾ മത്തി പൊരിക്കലും അതുപോലെ തന്നെ ഒന്നുകിൽ പരിപ്പ് കറി അതല്ലെങ്കിൽ മോര് രണ്ടിൽ കറി ആയിരിക്കും. അപ്പൊ നിങ്ങൾ എന്തായിട്ടാണ് ചോറുണ്ടാക്കുന്നത്? അപ്പൊ ഇവിടെ മടിയന്മാരായിട്ടുള്ള ആളുകൾ റൂമിലുണ്ട് ഇല്ലേ, ഈ മൊബൈലിൽ കളിക്കുക, നമ്മൾ കടയിൽ പോയി സാധനങ്ങളൊക്കെ വാങ്ങി കൊടുക്കുള്ള വിൽക്കും. അപ്പൊ നിങ്ങളുടെ റൂമിൽ ഇതുപോലെ കൊടിമടിയന്മാരുണ്ടെങ്കിൽ കമന്റ് ചെയ്തോ. ഇതോ ഇതില്ലേ മത്തി, ഇത് മറ്റേ ഒമാമത്തിയാണ്. ഇതിൽ നല്ല കുരുമുളകും മഞ്ഞപ്പൊടി ഉപ്പും മാത്രം ഇട്ടാൽ മതി. അതിന് ശേഷം മുകളിൽ ലേശം ചെറുനാടകം പിഴിഞ്ഞു. ഓക്കെ, കണ്ടില്ലേ? ഞങ്ങളെ കുക്കർ കാണുന്നപ്പോൾ നൗഷാദ് വീണ്ടും നൗഷാദ് പോളിടെക്നിൽ പഠിച്ചപ്പോൾ പോളിടെക്നിൽ പഠിച്ചല്ലേ? നൗഷാദ് പോളിടെക്നിൽ ബിരുദം നേടിയ വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ കുക്കർ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ മുറിയിട്ടുണ്ടെങ്കിൽ അവർ വേഗം ടൂൾസ് എടുത്തിട്ട് വന്ന് ശരിയാക്കും. അത്തരത്തിലുള്ള എഞ്ചിനീയർമാരും അതുപോലെ ടെക്നീഷ്യന്മാരും റൂമിലുണ്ടെങ്കിൽ വളരെ ഉപകാരമായിരിക്കും. ചോറുണ്ടാക്കും പറഞ്ഞല്ലേ? ചോറുണ്ടാക്കി തരാം. ചോറുണ്ടാക്കി കഴിഞ്ഞു. എപ്പോഴാണ് യഥാർത്ഥത്തിന്റെ കയ്യിൽ മൊബൈൽ ഉണ്ടായിരിക്കുന്നത് പ്രത്യേകതയാണ്. അതെന്താണ്? ആരെങ്കിലും വാങ്ങണേ വാങ്ങിക്കോളി മക്കളെ. നല്ല അങ്ങനെ ഉണ്ടല്ലേ, നമ്മളെ നാടൻ മട്ടരി അല്ല, മറ്റേ അരി പോലെ അങ്ങനെ പൊന്തി കിടക്കാനുള്ള മീനാണിത്. ഇതിപ്പോ ഞങ്ങള് പൊരിക്കാനുള്ള മീനാണിത്. വലയിൽ വീണ മീനുകളാണ് നാം. എങ്ങനെ എത്ര ക്വാണ്ടിറ്റി അറിയില്ല, എത്ര ഒഴിക്കേണ്ടതുള്ളത്. നല്ല ആദ്യം നല്ലത് കുലിക്ക് നോക്കി ഞാൻ കാണിച്ചാ ഇത് എന്താണെന്നൊക്കെ ഓളാക്കിക്കുന്നത്. എത്ര സിമ്പിളായിട്ട് ഞാൻ ഒരു ഭക്ഷണം ഒരുക്കി കൊടുക്കും. എന്താ അതാ ഞാൻ ഉണ്ടാക്കിയ ചോറ്, അതുപോലെ മത്തി പൊരിച്ചത്. അതാരും പൊരിച്ചേടാ? ഞാൻ ചോറ് കൊടുത്തില്ലേ? അരി കൊടുന്ന് സാധനങ്ങൾ അല്ലെങ്കിൽ സാധനമൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ടല്ലോ നിങ്ങൾക്ക്. ഉള്ളി തക്കാളി പച്ചമുളക് എല്ലാം ഞാൻ കൊടുന്നു. അപ്പൊ നിങ്ങൾ ആരെങ്കിലും മത്തി ഉണ്ടാക്കുമ്പോൾ ഉണ്ടാക്കി കേട്ടോ. മത്തി പൊരിക്കുമ്പോൾ ലേശം കറിവേപ്പില കൂടി അതിലിട്ടിട്ടുണ്ടെങ്കിൽ മത്തിയുടെ രുചിയിലും മണത്തിലും വ്യത്യാസം ഉണ്ടായിരിക്കും. പിന്നെ ലേശം കുരുമുളകും പിന്നെ മഞ്ഞപ്പൊടിയും അല്ലേ അങ്ങനെട്ടുള്ളൂ. പിന്നെ എൻ്റെ ഉമ്മ ഉണ്ടാക്കുന്ന അച്ചാറാണത്, ഈ അച്ചാറ് ഞാൻ വരുമ്പോൾ കൊടുത്താണത്. വാവ്. ഓക്കെ, അപ്പോൾ ഉണ്ടാക്കുമ്പോൾ ഒരു കറിയുടെ പറയണ്ടല്ലോ.